നമ്മളെല്ലാം കേൾക്കുന്ന ഡേ ടു ഡേ കേൾക്കുന്ന ഒരു ഉദാഹരണങ്ങളുണ്ട്. പക്ഷെ എന്താണത് നമുക്ക് അറിയാൻ പാടില്ല. അതാണ് സത്യം. യെസ്, ഐ ഡോക്ടർ അലി അരിമ്പ്രാസ് ഡെന്റൽ ക്ലിനിക്, മേലാറ്റൂർ. കോണ്ടന്റ് റൈറ്റിംഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കോണ്ടന്റ് റൈറ്റിംഗ് എന്താണ്? കോണ്ടന്റ് റൈറ്റിംഗ് ഉദാഹരണത്തിലൂടെ ഞാൻ നിങ്ങളോട് പറയാം. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. തലയിൽ മുടിയില്ലാത്ത ഒരാൾ ടി വിയിൽ വന്ന് പറഞ്ഞിരുന്നു, ആദരാജ്ഞലികൾ അറ്റ്ലസ് രാമചന്ദ്രൻ സാറിന്. എങ്കിലും ആ മുഖം നമ്മളെ മനസ്സിലുണ്ട്. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. ആ ഒറ്റ വേർഡിങ്ങിൽ നമുക്ക് മനസ്സിലാവും, ഇറ്റ് ഈസ് അറ്റ്ലസ് രാമചന്ദ്രൻ ഫ്രം അറ്റ്ലസ് ജ്വല്ലറി. ആം ഐ റൈറ്റ്? രണ്ടാമത് പറയാം, പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ, അനിൽ സ്പ്രേ. പ്രൊഡക്റ്റ് ഈസർ. ആ ഒരു വേർഡ് കൊണ്ട് നമുക്ക് ആ പ്രൊഡക്റ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ കഴിയും. വിശ്വാസം അതല്ലേ എല്ലാം, ജോസ്കോ ജ്വല്ലറി. ഇനി മഴ മഴ കുട കുട, ജോൺസ് കുടകൾ. ഇനി പുറത്തുനിന്ന് നോക്കുമ്പോൾ, നമ്മളെല്ലാം കേൾക്കുന്നതാണ് റേഡിയോയില്, പുറത്തുനിന്ന് നോക്കുമ്പോൾ ചെറിയ കടയാണെങ്കിലും അകത്ത് വിശാലമായ ഷോറൂമുകളുണ്ട്. കോട്ടയം അയ്യപ്പാസ്. ഇത് കേൾക്കാത്ത, ഞാൻ ഈ പറയുന്ന വേർഡ്സ് കേൾക്കാത്ത ഒരാളും എന്നെ ശ്രമിക്കുന്നുണ്ടാവില്ല. എന്താണ് ഇതെല്ലാം? നമ്മൾക്കുള്ള LDF വരും, എല്ലാം ശരിയാവും. ഒരുപാട് ഇതുപോലത്തെ വേർഡ്സ് നമ്മൾ കേൾക്കുന്നതാണ്. നമ്മുടെ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. അപ്പോൾ ഈ വേർഡിങ്സിലൂടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ ആളെ നമുക്കറിയാൻ പറ്റും, ആ വ്യക്തിയെ അറിയാൻ പറ്റും ആ ഒരൊറ്റ വേർഡിങ്ങിലൂടെ. അതല്ലെങ്കിൽ ആ സ്റ്റോറ്, ആ പ്രൊഡക്റ്റ്, ആ സർവീസ് നമുക്ക് ആ ഒരൊറ്റ ഇതിനെയാണ് കോണ്ടന്റ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കഴിവാണ്. എല്ലാ ആളുകൾക്കും കഴിയില്ല. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ കോണ്ടന്റ് റൈറ്റിംഗ് എന്ന് പറയുന്ന അതാണ്. നല്ലൊരു പ്രൊഡക്റ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഒരു വാക്കോ അല്ലെങ്കിൽ ഒരു വാചകങ്ങളോ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്ന സംഭവത്തിനാണ് നമ്മൾ കോണ്ടന്റ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. താങ്ക് യു. ഐ എം ഡോക്ടർ അലി. എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക, aliarimbraasdentalclinic.com. താങ്ക് യു.